ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമോ ഗൈസ്? നമ്മൾ വീണ്ടും കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അമ്മയുടെ അരുവിക്കര. ബേസിക്കലി 2 കാരണമുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിൽ. നമുക്കൊരു കല്യാണമുണ്ട്, അതിനും കൂടെ വേണ്ടിയാണ് പോകുന്നത്. ഒരു റിസപ്ഷൻ പാർട്ടി ഉണ്ട്, അതിനും കൂടെ വേണ്ടിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. ആദ്യം ഞങ്ങൾ സെറ്റായി റെഡിയായി ഇറങ്ങി. അതിനുശേഷം എൻ്റെ കാല് ബാൻഡേജിലാണ്, പ്ലാസ്റ്ററൊക്കെ ഊരിയതിന് ശേഷമുള്ളതാണ്. ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പൂക്കടയിൽ നിർത്തി ഒരു പൂ വാങ്ങിച്ചു, ഹാരം അതൊക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അമ്പലത്തിലേക്ക്. ആദ്യം ഞങ്ങൾ അരുവിക്കര ദേവീക്ഷേത്രത്തിൽ കയറി. അതിനുശേഷം ഞങ്ങൾ ബാലഭദ്ര ക്ഷേത്രത്തിൽ കയറി. അവിടെ ചെന്ന് തൊഴുത് അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത അമ്പലത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ മൊത്തം 2 അമ്പലത്തിൽ പോയി. ഒന്ന് നമ്മുടെ കുടുംബക്ഷേത്രം, പിന്നെ ഒന്ന് കുടുംബക്ഷേത്രം പോലെ തന്നെയാണ്. അവിടെ ഉള്ള ഒരു അമ്പലം, പൂജയൊക്കെ ചെയ്യിക്കുന്ന അമ്പലമാണ്. അമ്പലത്തിൻ്റെ ആംബിയൻസ് നല്ലതാണ്, സൂപ്പർ. വേറൊരു അമ്പലത്തിൻ്റെ ആംബിയൻസ് കാണിച്ചു തരാം ഞാൻ. അതും ഇതുപോലെ തന്നെയാണ്. അരുവിക്കര ഡാമിൻ്റെ അടുത്തായതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് അവിടെ സൂപ്പറാണത്. ഡാമിൻ്റെ ഒക്കെ അടുത്തായതുകൊണ്ട് വീണ്ടും നമ്മൾ വണ്ടിയിരുന്നു ഡാമിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവാണ്. രസമാണ് യാത്ര. എന്ന് വെച്ചാൽ കാടുകൾ കടന്നാണ് പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു നിഗമനം. എനിക്കിതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊന്നും അറിയില്ല. ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ടാണ് പറഞ്ഞത്, പക്ഷെ മാപ്പിനെ വിശ്വസിക്കരുത്. ഞങ്ങൾ 2 പ്രാവശ്യം വഴി തെറ്റിച്ചതാണ് ഗൂഗിൾ മാപ്പ്, നമിക്കുന്നു ഞാൻ. അതിനുശേഷം ഞങ്ങൾക്ക് ഇടിപിടി പോകണമായിരുന്നു. കല്യാണത്തിന് പോകണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകണമായിരുന്നു. ബിക്കോസ് പിന്നെ കല്യാണത്തിന് പോയതിൻ്റെ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല. ബിക്കോസ് അവിടെ ക്യൂ ആയിരുന്നു ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല. ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു, ഫുഡ് മാഗി ഉണ്ടാക്കി കഴിച്ചു ഗൈസ്. പക്ഷെ ഞങ്ങൾ ഓർക്കേണ്ട കാര്യം, അവിടെ ഐസ്ക്രീമിനും ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ അനിയത്തി ഐസ്ക്രീം വാങ്ങിച്ചു. അത് വണ്ടിയിൽ നിന്ന് കഴിച്ച് ഇവിടം വരെ വന്നു. അത് ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. കുറച്ച് അടി പിടിച്ചു, എന്നാലും നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് അത് സൂപ്പറായിട്ട് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങി. വേറൊന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗൈസ്.